ഐ വാണ്ട് ടു ബി ലൈക്ക് ദാറ്റ്. സംശയം ചോദിക്കട്ടെ, ചോദിച്ചില്ലല്ലോ. ജീവിതം തന്നെ ഒരു മാജിക് ആണ് ഗോപിയാണ്. തീർച്ചയായിട്ടും ജീവിതം ഒരു മാജിക് ആണ്, ഒരു മനുഷ്യൻ ഒരു മാജിക് ആണ്, പ്രപഞ്ചം ഒരു മാജിക് ആണ്, അല്ലെ? എത്ര 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 ഒരു എന്താ പറയുക, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ മാജിക് ആണ്, ഒരു പ്രതിഭാസമാണ്, നമുക്ക് പിടികിട്ടാത്തൊരു പ്രതിഭാസമാണ്. അവിടെയാണ് ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു മനുഷ്യന്റെ സ്ഥാനം, എന്താണ് എൻ്റെ സ്ഥാനം, എന്താണ് അങ്ങയുടെ സ്ഥാനം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ അഹങ്കാരം കൂടി നമ്മൾ വരുന്നത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. തിരുവനന്തപുരം എയർപോർട്ടിൽ പോകുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ടാവാം. ഡൽഹിയിലേക്ക് മാറുന്ന സമയത്ത് കൂട്ടുകാരുടെ എണ്ണം കുറയും. ഇവിടുന്ന് ആഫ്രിക്കയിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ പോലും എന്നെ തിരിച്ചറിയില്ല. അപ്പോ ഈ യൂണിവേഴ്സിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. അവിടെ നമ്മൾ അഹങ്കരിക്കാതെ വിനയത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. കുവൈറ്റിൽ എല്ലാ വീഡിയോ ദൃശ്യങ്ങളും കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. കാണണം, കൂടുതൽ കാണണം. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫേസ്ബുക്കിനകത്ത് എല്ലാം ഉപകരിക്കുന്ന മെസ്സേജുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ഒരു മെസ്സേജ് പോലും അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളത് ധൈര്യമായിട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് കാണണം, നന്നായിട്ട് കാണണം. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുന്ന റെസ്പോണ്ട്. അയ്യോ സോറി, അബ്ദുള്ള അദിലു കുറെ നേരമായി മെസ്സേജ് അയക്കുന്നു. അബ്ദുള്ള ഹലോ. ഗർഭിണികളായ അമ്മമാർക്ക് ഒരു മെസ്സേജ് തരാമെന്ന് ചോദിക്കുന്നു. അതിനകത്ത് പറയാനുള്ള കാര്യം, ഞാൻ യുനിസെഫിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് മഞ്ജു വാര്യരും ഞാനും കൂടി ചേർന്നിട്ടായിരുന്നു ആ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. ഇറ്റ്സ് എ മെസ്സേജ്, ഇറ്റ്സ് എ മാജിക്, ഒരു സിനി മാജിക് എന്ന് പറയുന്ന ഒരു മാജിക് ആണ്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് ആ മാജിക് ഒന്ന് കണ്ടാൽ മതി. അതിനകത്ത് ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജില്ലയിൽ എപ്പോഴാണ് പ്രോഗ്രാം? എനിക്ക് തോന്നുന്നത് ഞാൻ 8-ാം തീയതി ഇവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ 10, 11, 12 തീയതികളിലൊക്കെ ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെയുണ്ട്. അവിടെ വെച്ച് കാണാം. പരീക്ഷ ടെൻഷൻ മാറ്റാൻ ഒരു അഡ്വൈസ്. നമ്മളെല്ലാ കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്, പരീക്ഷ പേടി എന്ന് നമ്മൾ ഇതിൽ പക്ഷെ പറയും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ഗൗരവമായിട്ട് പരീക്ഷയാണ് ജീവിതത്തിന്റെ എല്ലാം എന്ന് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ഭയം ഉണ്ടാവുന്നത്. അപ്പോ ജീവിതത്തിൽ അവർ നേരിടാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളുടെ, ഒരുപാട് പരീക്ഷണങ്ങളുടെ ഒരു തുടക്കം, അല്ലെ? അതിലേക്കുള്ളൊരു കടന്നുകയറ്റം മാത്രമാണ് പരീക്ഷ എന്നുള്ളൊരു ബോധമാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. നേരെ മറിച്ച് ഈ പരീക്ഷയാണ് ജീവിതത്തിൽ എല്ലാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഭയപ്പെടും. ആ ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്, മാതാപിതാക്കളുടേതാണ്, അധ്യാപകരുടേതാണ്. ടേക്ക് ഇറ്റ് ഈസി, വളരെ സിമ്പിൾ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. സംഭവിച്ചു, ഫിനിഷ്ഡ്. ഇനി അടുത്ത പരീക്ഷയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ ഇന്നൊരു പരീക്ഷ എഴുതി അതിനുശേഷം വീണ്ടും ഈ എന്താ പറയാ ചോദ്യ പേപ്പർ ഒത്തു നോക്കുക, എത്ര മാർക്ക് കിട്ടിയത്, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പരീക്ഷ പേപ്പറിന് ആൻസർ പേപ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ്ഡ്, ദാറ്റ് ചാപ്റ്റർ ഈസ് ഓവർ. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പരീക്ഷയിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഭയം പൊതുവെയാണ് മാറിക്കോളും, അല്ലെ? മൊയ്തു പറയുന്നു, പ്രകാശ് നാരായൺ ഗോപി സാർ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. അബ്ദുൾ ഗഫൂർ പറയുന്നു, ജിമി സി എം ഒരുപാട് പോസിറ്റീവ് എനർജി, താങ്ക് യു സോ മച്ച്. ഗോപൻ പറയുന്നു, നല്ല കമന്റുകൾ, നല്ല കമന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഓരോ കമന്റും വളരെ പോസിറ്റീവാണ്. ഒരു നെഗറ്റീവ് കമന്റ് പോലും വരാത്ത രീതിയിലാണ് എല്ലാവരും അയക്കുന്നത്. ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. 2 കൈകൾ കൂപ്പി, അല്ലെ? ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും കൂട്ടി വെച്ചുകൊണ്ട്, ബ്രെയിനിന്റെ 2 പ്രതലങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുന്നു കേട്ടോ. പ്രഭാകരൻ കോടവഞ്ചി പറയുന്നു, പ്ലീസ് റിപ്ലൈ. ഞാനതിന് എങ്ങനെ റിപ്ലൈ ചെയ്യും? ഞാനത് പറയുന്നത്, അമ്മയ്ക്ക് സുഖമാണോ ഗോപിയേട്ട? രജീഷ് പലേരി ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് സുഖമാണ്. അമ്മ നിലമ്പൂര് വീട്ടിലാണ് ഉള്ളത്. ഓരോ ദിവസവും അമ്മയെ അന്വേഷിക്കാറുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. എന്റെ വാട്സാപ്പ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്റെ പടം ഞാനും അമ്മയും കൂടി ചേർന്ന് നിൽക്കുന്ന പടമാണ്. രജീഷാണ് അയച്ചിരിക്കുന്ന മെസ്സേജ്. ഖാദർ അക്ബർ, കുവൈറ്റിൽ പ്രോഗ്രാമിന്റെ ഡേറ്റ് ഞാൻ പറഞ്ഞു. ഒന്ന് സുരേഷ് ബാബു പറയുന്നു, ഒന്ന് വിഷ് ചെയ്യും. സുരേഷ് ബാബു ഹായ്. സുരേഷ് ബാബു, സൂര്യകുമാർ ഭാസ്കരൻ, അമീർ മുബാറക്, ഹസ്കർ, പ്രഭാകരൻ കൊടവഞ്ഞി, അബ്ദുള്ള, ജുമാന ജസീർ, അച്ചു കാസർഗോഡ് ജില്ലയിൽ. അച്ചു കാസർഗോഡ് ഞാൻ വരുന്നുണ്ട്. അടുത്ത മാസം 28-ാം തീയതി ഞാൻ കാസർഗോഡുണ്ട്. 29-ാം തീയതി കണ്ണൂരുണ്ട്. അത് ഈ മാസം ജാനുവരി തന്നെയാണ് വരുന്നത് കേട്ടോ. 29-ാം തീയതി കാസർഗോഡുണ്ട്, 28-ാം തീയതി കാസർഗോഡുണ്ട്. വലിയ കാണിക്കുന്നതനുസരിച്ച് വളരുകയുള്ളൂ ഗോപിയേട്ട. കറക്റ്റ് ആണ്. മഹാൻ ഡയോജനസ് പട്ടാപ്പകൽ റാന്തൽ വിളിച്ചു കേരളത്തിൽ മനുഷ്യന് വേണ്ടി തിരിയാതെ. ഓക്കെ,
അതെ അതെ, ഡയോജനസ് പറഞ്ഞില്ലേ, ഒരാളുടെ കമന്റ് ആണ്. ഡയോജനസ് ആരുടെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഡയോജനസ് പറഞ്ഞൊരു കമന്റ് ആണ് ഇരിക്കുന്നത്. പട്ടാപ്പകൽ റാന്തൽ വിളക്കുമായി ആളുകളുടെ മുഖത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ ആളുകൾ ചോദിക്കും, താങ്കൾ എന്താണ് അന്വേഷിക്കുന്നത്? ഡയോജനസ് പറയും, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്, ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, കേരളത്തിൽ നാളെ ഒരു റാന്തൽ വിളക്കം കത്തിച്ചു പിടിച്ചുകൊണ്ട് നമുക്കൊരു മനുഷ്യനെ അന്വേഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു, അല്ലെ? ഒന്നുകിൽ അയാൾ ഒരു മതത്തിന്റെ വക്താവാണ്, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. ഒരു മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് വെക്കുന്ന, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഇത് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു ദുഃഖമാണ്, അല്ലെ? ദുഃഖമാണ് തീർച്ചയായിട്ടും. നെക്സ്റ്റ് ലോക്സഭാ ഇലക്ഷനിൽ ഒന്ന് അയ്യോ നിൽക്കാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സാഗത് സതീശൻ ഷിഹാബ് ബിൻ മുഹമ്മദ് ഡയോജനസ് ചോദിച്ചത്, ഷിഹാബിന്റെ ആയിരുന്നു ആ ചോദ്യം, ഡയോജനസിന്റെ ചോദ്യം വന്നത്. റസീൻ നാസറിന്റെ ചോദ്യമുണ്ട്. അജിറോയ് ഹലോ അജിറോയ്, ഓക്കെ. ഉണ്ണികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിഹാബ് ബിൻ മുഹമ്മദ് ആണ് ഡയോജനസിന്റെ കാര്യം ചോദിച്ചത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ല നല്ല കമന്റുകളാണ് വായിക്കുന്നത്. ഒരുപാട് കമന്റുകളിൽ വളരെ പോസിറ്റീവായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് എന്നെ വർണ്ണിച്ചുകൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനത് വായിക്കാൻ മടിച്ചത് കൊണ്ടാണ് ഞാൻ വായിക്കാതിരിക്കുന്നത്. അങ്ങനെയൊന്നും വേണ്ട നമുക്ക്. അതൊന്നും അല്ല കാര്യം. നമ്മൾ തമ്മിലുള്ള ഹൃദയബന്ധമാണ് ഏറ്റവും പ്രധാനം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അയക്കുന്ന ഓരോ മെസ്സേജുകളും ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു ഹൃദയബന്ധം, അതിലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അത്തരം ഞാനൊന്നും വായിക്കാത്തത്. എ ഗ്രേറ്റ് മാൻ വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, വെൽ ഡൂയിങ് സർ. പിന്നെ അതുപോലെ തന്നെ 2 വയസ്സായ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ FB-യിലുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത യുനിസെഫ് സെന്റർ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അന്ന് ഞാനും മഞ്ജുവും കൂടി ചേർന്ന് പ്രോഗ്രാം ചെയ്തിരുന്നു. ഒരു മഞ്ജു വാര്യരും കൂടി ചേർന്ന് പ്രോഗ്രാം ചെയ്തിരുന്നു. അതിനകത്ത് മഞ്ജു ഒരു ഡോക്ടറായിട്ട് ഒരു പ്രഗ്നന്റ് ആയിട്ട് ലേഡിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. യുനിസെഫിന്റെ ഒരു മെസ്സേജാണ്. ആ ഒരു പുസ്തകമുണ്ട് അതിനകത്ത്. ആ പുസ്തകത്തിന്റെ പേര് ഫസ്റ്റ് 1000 ഡേയ്സ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. താങ്കളുടെ അഡ്രസ്സ് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ആ പുസ്തകം വേണമെങ്കിൽ അയച്ചു തരാം, കൊറിയറായിട്ട് അയച്ചു തരാം. ഫസ്റ്റ് 1000 ഡേയ്സ് എന്നാണ് പറയുന്നത്. ആ പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്താണ്. യുനിസെഫും മാജിക് അക്കാഡമിയും ചേർന്ന് പബ്ലിഷ് ചെയ്താണ്. വിപണിയിൽ കിട്ടുന്ന പുസ്തകമല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. നമ്മുടെ കുട്ടികളെങ്കിലും പുരോഗമന ചിന്താഗതിയിൽ വളർത്താൻ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പുരോഗമന ചിന്താഗതിയിൽ തന്നെ വളർത്തണം. ആധുനിക സാങ്കേതിക വിദ്യയോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ യാത്ര ചെയ്യണം. അതിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ലോകത്തിനെ തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുകയുള്ളൂ. അവരോട് ഒരു കാരണവശാലും ആധുനിക സാങ്കേതിക വിദ്യ, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറോ മൊബൈലോ അല്ലെങ്കിൽ ഗൂഗിളോ ഒന്നും വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അതിനകത്തുള്ള നന്മയും തിന്മയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഓരോ കാര്യത്തിലും നന്മയും തിന്മയും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതിനകത്തുള്ള നന്മയും തിന്മയും തിരിച്ചറിയാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. തൊഴിൽ രഹിതരായ മിടുക്കന്മാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ട്? തൊഴിൽ രഹിതരാവരുതെന്നാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ്. ഒരിക്കലും തൊഴിൽ രഹിതരാവരുത്. നമുക്കൊരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിനകത്ത് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസവും എത്രമാത്രം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ അത്രമാത്രം പ്രവർത്തിക്കുക, അല്ലെ? നമ്മൾ ഉറങ്ങാനും നമുക്കൊരു സമയമുണ്ട്. എപ്പോഴാണ്? ഏറ്റവും അവസാനം നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരാളും നമ്മളെ വിളിച്ചുണർത്താൻ പറ്റില്ല, അല്ലെ? അപ്പോ ഇപ്പൊ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സമയത്തേക്ക് മാത്രം ഉറങ്ങി, അല്ലാത്ത സമയത്ത് മുഴുവൻ അതിശക്തമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. സിംഗപ്പൂർ വർക്ക് ചെയ്യുന്നു. ഞാൻ സിംഗപ്പൂരിൽ വരുന്നുണ്ട്. ഫെബ്രുവരി മാസം എൻഡിൽ സിംഗപ്പൂർ വരുന്നുണ്ട്. 27 28 ആണെന്ന് തോന്നുന്നു. സോറി, ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അല്ല, അതിന് തൊട്ട് മുമ്പിലാണ്. 27 28 ഫെബ്രുവരി വരുന്നത് മസ്കറ്റിലാണ്. അതിന് മുമ്പ് സിംഗപ്പൂർ വരുന്നുണ്ട് കേട്ടോ. മാജിക്കിലെ വിസ്മയം മാത്രമല്ല, വാക്കുകളുടെ വിസ്മയം കൂടിയാണ്. താങ്ക് യു വൺസ് അഗെയിൻ.